നമസ്കാരം എല്ലാവർക്കും. ജ്യോതിസ് പള്ളിക്കുന്നതിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മിസോറാമിൽ സെല്ലിംഗ് എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞു. ഞാൻ ഇന്നലെ ലാസ്റ്റ് വീഡിയോ പറഞ്ഞു. നമ്മൾ ഉറക്കമ്പോൾ കൂടെ സൈഡാക്കി നിർത്തി രാത്രി ഓടിച്ചു. ഇനി ഓർഡർ എടുക്കുന്ന സ്ഥലത്തേക്ക് ആകെ ഒരു 200-250 കിലോമീറ്റർ ഉള്ളൂ. കാരണം രാത്രി പിന്നെ റിസ്ക് എടുത്ത് പിന്നെ ഉറക്കത്തിന് എഴുന്നിട്ട് ഓടാനൊന്നും പോലും പിന്നെ അവിടെ കിടന്ന് തുടങ്ങി. എന്നിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ കാലത്ത് വണ്ടി ഇവിടുന്ന് കുറച്ച് പുറകെ വണ്ടി എടുത്ത് പോകണം. അപ്പോൾ ഇവിടെ നല്ലൊരു ഇൻട്രോ പറയാനൊക്കെയായിട്ട് നിർത്തിയാണ് വണ്ടി. ദൈവം സഹായിച്ച് ഇതുവരെ നമ്മൾ ലോഡറൊക്കെ നടത്ത് ഇനി 200 കിലോമീറ്റർ പോകും. നാട്ടിൽ നിന്ന് ഇപ്പോൾ 4100 കിലോമീറ്റർ ഇപ്പോൾ നാട്ടിൽ നിന്ന് പോകുന്നു. ഇത്രയും ദൂരം ദൈവം സഹായിച്ച് ഒരു കുഴപ്പമൊന്നുമില്ല. പല പ്രതിസന്ധികൾ വന്നെങ്കിലും അതിലെല്ലാം ദൈവം അത്ഭുതം വേണ്ടി നമ്മൾ രക്ഷപ്പെട്ട് നമ്മൾ കുടുംബം എത്തി വണ്ടി. ഇപ്പോൾ നമ്മുടെ പോകാൻ ദിനീഷ് കിടന്നുറങ്ങുക, സുഖമായിട്ട് കിടന്നുറങ്ങണം. നല്ല രസമായിട്ട് അവിടെ കിടന്നുറങ്ങാൻ. മറ്റേ ഇപ്പം നല്ലൊരു കൂളിംഗ് വെച്ചാൽ നല്ല തണുപ്പ്, ഓവർ തണുപ്പല്ല, എന്നാൽ നല്ല തണുപ്പാണ് തന്നെ. എന്നാൽ പുലർച്ചെ നല്ല ബെസ്റ്റ് തണുപ്പാട്ടോ. കുട്ടിയുടെ കണ്ട കുട്ടിയാകെ നശിച്ചിരിക്കണുണ്ടോ നോക്കിയാൽ, മൊത്തം ചെളി പിളിയാണ് കണ്ട. അതല്ല ഈ പൊടിയാണ്, അതേമാതിരി പൊടിയല്ലേ. പൊടി എന്ന് പറഞ്ഞാൽ പൊടി നമ്മുടെ ദേഹം ഞങ്ങളുടെ യൂണിഫോമൊക്കെ ഉണ്ടല്ലോ മൊത്തം പൊടി. വണ്ടിക്ക് ആകം കാണണം, അതാ ഇതിനൊക്കെ ആക്കണമോ ഇവിടെ കൊണ്ട് ഓർഡർ കണ്ടത് വണ്ടി നിന്ന് കണ്ട് കഴുകണം. ഇത് നോക്കിയൊരു സ്ഥലം നോക്കിയേ, വേണ്ട എന്നാ രസമല്ലേ. നമ്മളിതേപോലത്തെ ഒരു കുന്നിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ കയറി വന്നത് ഷില്ലോങ് അല്ല, പക്ഷേ ഐസോളിൽ നിന്ന്. എന്ത് രസമാണെന്ന് നോക്കിയേ, അട്ടി പോലെ ഇട്ടാണത്. ഇത് നമ്മൾ വണ്ടി എടുത്ത് പോട്ടെട്ടാ. മിസോറാമിലെ പോലീസ് സൂപ്പറാട്ടോ. ഇന്നലെ രാത്രി ഞങ്ങളെ കൊണ്ട് 2 പ്രാവശ്യം കട്ടയപ്പിച്ചു മിസോറാമിൽ ചെക്ക് പോസ്റ്റിൽ. അത് നമ്മളെ മാത്രമല്ല കേട്ടോ, എല്ലാം വരുന്ന വണ്ടികളെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. കാറ്, ബൈക്ക് എല്ലാ വണ്ടിയും ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സാധാരണ മറ്റുള്ള സ്റ്റേറ്റിൽ പോലീസൊക്കെ പൈസ മേടിക്കും. ഇത് 1 രൂപ മേടിച്ചു, നമ്മൾ കൊടുത്തിട്ട് 1 രൂപ മേടിക്കില്ലേ അവർ. പിന്നെ ഭക്ഷണത്തിനൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ചാർജാണ്. ചായ കടന്ന് ചായ കുടിക്കാണ്. ഇതിങ്ങനെ വണ്ടിട്ട് കിടന്ന രാത്രി കിടന്നുറങ്ങാട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ ഒരു കുഴപ്പമില്ല. എപ്പോ വേണേലും ഇടിഞ്ഞു ചാടാം. മോള് കാണണ്ട. അല്ല ഇവിടെ പിന്നെ ഈ മിസോറാം, മേഘാലയ ഭാഗങ്ങളിലെന്തൊക്കെ ഈ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലേക്ക് മഴക്കാലമായി കഴിഞ്ഞാൽ വരരുത്. എപ്പോൾ റോഡ് ഇടിഞ്ഞു വരും. അതിപ്പോൾ അത് പണ്ടോട്ടുള്ള ഒരു ആചാരമാണ് ഇവിടുത്തെ. പിന്നെ നമുക്ക് പോകേണ്ടതാണ് സെർച്ചിപ്പ്. സെർച്ചിപ്പ് എന്നിട്ടാണ് നമുക്ക് പോകേണ്ടത്. ഗുവാഹട്ടിക്ക് 509 കിലോമീറ്റർ. മിസോറാമൊക്കെ വരുമ്പോൾ അടിപൊളി ക്യാമറയുള്ള മൊബൈലൊക്കെ ഇട്ട് പറഞ്ഞു. നമുക്ക് അതിനുള്ള മാർഗമൊന്നുമില്ല. ഡൈവറിങ് ഇതൊക്കെ ഇവിടുത്തെ ഇപ്പോൾ പോകുന്ന 2 വണ്ടിയില്ലേ, ഫ്രണ്ട് പോയി ടാറ്റ സുമോ പോലത്തെ, അല്ല മറ്റേ ടാറ്റ സുമോ പോലത്തെ വണ്ടി. അതിവിടെ ബസ്സുകൾക്ക് പകരം ഓടുന്ന വണ്ടി. അത് ഷട്ടിലടിക്കുന്ന വണ്ടികളൊക്കെ ഇവിടെ ബസ്സുകൾ കുറവാട്ടോ ഈ ഭാഗത്ത്. നമ്മൾ ഇന്നലെ ഐസോൾ സിറ്റിയിൽ മാത്രമേ ബസ്സുകളുള്ളൂ. പിന്നെ ബസ്സുകൾ കുറവാണ്. നമ്മുടെ നാട്ടിലെ പോലെ നൈറ്റ് സർവീസ് ബസ്സും ഇല്ല, മറ്റേ ബസ്സുകളൊന്നും ഇല്ല ഇവിടെ. ഈ വീടുകളൊക്കെ കയറിയപ്പോൾ നല്ല വഴി കിട്ടി. വളഞ്ഞ് പൊളഞ്ഞ് വളവും തിരിവാണ്. സ്ഥലത്തിൻ്റെ പേരാണ് ടുങ്വൽ.
കണ്ട ഏതൊരു ടൗണാണ്. ഇവിടെയൊക്കെ റോഡ് പണി നടക്കുന്ന പുതിയത് പണിതിട്ടുള്ളൂ കേട്ടോ. സൈഡൊക്കെ ഇവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ സൈഡൊക്കെ എപ്പോൾ വെള്ളം ഇടിഞ്ഞു വരുന്നതായത്. ഓക്കെ, ഇടിയാതിരിക്കട്ടെ. ഇവിടുത്തെ വീടുകളൊക്കെ കേട്ടോ. കൊക്കയുടെ വണ്ണ കുന്നും കൊക്കനെ കാണണ്ട. ഒരു ടൗണ്, വീടുകളെല്ലാം റോഡിലാണ്. അവരെ പറ്റക്കാരില്ല, അവര് വേറെ എവിടെ കൊണ്ട് വെക്കുക. ഒരാള് വിറക ചുമന്ന് പോണോക്കെ വീടുകളുണ്ട് കുന്നൊക്കെ. അത് റോഡ് പണി നടക്കണമെങ്കിൽ ചെറോ നമ്മളിപ്പോ മിസോറാം പകുതി ആയിട്ട് ഇറങ്ങറ. നമുക്കിനി പോകേണ്ട സെർച്ചീപ്പ്. നമ്മളിപ്പോ യാത്ര നാഷണൽ NH 2 നമ്പർ ഹൈവേ ആണ്. 2 നമ്പർ ഹൈവേ. നമ്മൾ നേരത്തെ വന്ന സെല്ലിങ് വരെ വന്ന ഹൈവേ 6 നമ്പർ ഹൈവേ. 6ഉം ഇത് 2ഉം. അത് ബർമയിലേക്ക് പോണ വഴിയാട്ടോ, ബർമ. ഈ ഹൈവേയിൽ ഞാൻ വന്നപ്പോഴേ ഏറ്റവും കൂടുതൽ ഒരു പണി നടന്നില്ല. ഒരു ഇത് കണ്ടാൽ നോക്കിയാൽ കല്ലൊക്കെ ഇരിക്കണുണ്ടോ. ഇതൊക്കെ എപ്പോൾ വേണേലും റോട്ടിക്ക് വീഴാം. നോക്കിയുണ്ടോ കല്ലുകൾ, കല്ലിന്റെ പാറക്കല്ലിന്റെ കൂട്ടം കളിക്കണോ. ഇത് ദൂരല്ലോ റോഡ് വെക്കണ്ടോ. ഇനി അടുത്ത അറക്കായി MP അറക്കായിരിക്കും. കുഴപ്പമില്ലാത്ത ഇറക്കാട്ടോ, കുഴപ്പമില്ലാത്ത ഇറക്കാണ്. റോഡ് പണി പുതിയത് പണിതിട്ടുള്ളവര്. പണിയാണ് കുഴപ്പമില്ലാത്തൊരിറക്കാണ്. ഇവിടെ പിന്നെ മറ്റുള്ള ഹൈവേകളെ പോലെ ചറപ്രാന്ന് ലോറിയും അതുപോലെ ബസ്സും കാറും ഒന്നും വരില്ല. വണ്ടികളൊക്കെ കുറവാണ് അവിടെ. നമ്മളാ വന്നത് ഇറങ്ങി കഴിയാറായി. ഇതിപ്പോ ഇവിടെ റോഡ് പണിയുടെ ആൾക്കാരുടെയാണ്. ഞാൻ വിചാരിച്ചത് ഇതൊക്കെ ബോളിൽ നിന്ന് കണ്ടപ്പോൾ വിചാരിച്ച ചായക്കടയിലായിരിക്കും. ചായക്കട ഒന്നല്ല, ഇവിടെ ഹൈവേ പണിക്കാരുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബസ്സുകൾ പറഞ്ഞ വണ്ടി ഉണ്ടോ, സെർച്ചിപ്പ് ഐസോള് പോണ വണ്ടി. അത് ഇതാ രസല്ലേ. നമ്മളാ നേരത്തെ ഇറങ്ങി ചെയ്തിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇതേപോലെ തിണ്ട് കെട്ടണം, ഇതേപോലെ തിണ്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, ശരി ഉണ്ടോ.
നല്ല രസമുണ്ട്. ഇവിടുത്തെ തണുപ്പിനെ അത് കടുപ്പും കൂടി തണുപ്പാ. എന്നാലും ആസാമിനെ അപേക്ഷിച്ച് കുഴപ്പമില്ല കേട്ടാ. ഇപ്പൊ നമ്മൾ ഇറക്കം കഴിഞ്ഞു. അറിയില്ലട്ടാ, അവൻ നല്ല ഉറക്കാം. ഞാൻ വണ്ടി എടുത്ത് ചായ കുടിക്കാൻ ഒരു ചായ കൊണ്ടുവന്ന് ഇതും കൊണ്ട് തന്നു, കഴിക്കട്ടെ. നിർത്തി ഇവിടെ കത്തോലിക്ക പള്ളി ഉണ്ട് കേട്ടാ. ഇവിടെയാണ് ചായ കുടിക്കാൻ നിർത്തിയത്. വെയിലായി വരണുള്ളൂ. ഇപ്പോൾ ഓട്ടോ വണ്ടി എടുത്തു. നമ്മളാ ചായ കുടിച്ചെടുത്തുന്ന വണ്ടി എടുത്ത് പോകുന്നപ്പോൾ തൊട്ട് പിന്നെ വഴി ഇങ്ങനെ അവസ്ഥ. ആ ഭംഗിയൊക്കെ കഴിഞ്ഞു തോന്നുന്നുണ്ട്. മിസോറാമിലേക്ക് കയറിയപ്പോൾ ഇതിനൊക്കെ അക്രമമായിരുന്നു. ആ ബോർഡർ റോട്ടും ഇങ്ങോട്ട് അതിന് കുറച്ചുള്ളതെന്ന് അറിയില്ല. ഈ മല നോക്കിയ അവിടെയൊക്കെ മല ഇടിഞ്ഞു തുടങ്ങി. നമ്മളാ ചായ കുടിച്ചിട്ട് വണ്ടി എടുത്തിട്ട് ഇതന്നെ പോയുടെ അവസ്ഥ. ഫസ്റ്റ് സെക്കൻഡ് തന്നെ മേടിക്കണേ. ഇതിനൊക്കെ അക്രമമായിരുന്നു പിന്നെ മിസോ മറ്റേ ബോർഡറിലെ വഴി. ഇതെന്നറിയ റോഡ് പണി കഴിഞ്ഞിട്ട് ഈ മല ഇടിഞ്ഞ് വീണിട്ട് ഇതാവണതാണ് റോഡ്. ഇതുണ്ട റോഡ് പണി കഴിഞ്ഞിട്ടും ഈ മഴക്കാലത്ത് മല ഇടിഞ്ഞിട്ട് റോഡിലേക്ക് വീഴും. അത് കാരണമാണ് ഈ റോഡ് ഇങ്ങനെ പോണത്. പിന്നെ മലയിൽ നിന്ന് വെള്ളം ഓർമ്മ കേട്ടോ. ഞാൻ നല്ല റോഡ് കണ്ടപ്പോ അടിച്ചത് വണ്ടി വേഗം എത്തിക്കൊള്ളുന്ന് വിചാരിച്ചത്. നല്ല രസമുള്ള വഴിയില്ല. വൈകുന്നേരം ആവുന്ന തോന്നുന്നുണ്ട് അവിടെ എത്തുമ്പോൾ. ഞാൻ ആകെ 200 കിലോമീറ്റർ ഉള്ളൂ നമുക്ക് ലോഡറൊക്കെ നിർത്തിക്കും. ഇത് കണ്ടപ്പോൾ നല്ല സന്തോഷം വിചാരിച്ചാ. വഴി പോയപ്പോൾ മനസ്സ് പോയി. ഇത് കണ്ടോ, ഇതിങ്ങനെ മോളിൽ നിന്ന് ഇടിഞ്ഞ് വീണാണ്. കണ്ടോ, മോളിൽ നിന്ന് ഇടിഞ്ഞ് വീണിട്ടാണ് ഈ റോഡ്. പണി കഴിഞ്ഞ റോഡത് ഇപ്പോൾ വീണ്ടും പോയത്. കണ്ടോ എന്താ അല്ലേ, ദൂരെ ഇടിഞ്ഞു പോകും. മൊത്തത്തിൽ പോകുന്നില്ല, മല മുഴുവൻ അങ്ങനെ തന്നെ പോകുന്നു. മോളൊരു വീട് ഇരിക്കുന്നുണ്ടാ. വഴിയുടെ അങ്ങറ്റം കാണണ്ട, നമുക്ക് അങ്ങറ്റത്തൂടെ പോണ്ട. ആ വഴിക്കാ പോണ്ട നമുക്ക്. വഴി മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ വഴിയാ. എന്താവുമെന്നറിയില്ല. ഇത്ര നേരം ഓടിച്ചപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. സെർച്ച് ജിപ്പ്, നമുക്കിനി സെർച്ച് ജിപ്പാണ് പോണ്ട. കേട്ടാ, ഈ മലകൾ ഇടീനാണ് ഈ പ്രശ്നം. റോഡ് പണി മുന്നേ കഴിഞ്ഞാണ്. ഈ കഴിഞ്ഞ മഴയത്തെല്ലാം മലയിടിഞ്ഞായിരിക്കും. മലയിടിഞ്ഞിട്ട് റോഡിലേക്ക് വന്ന റോഡ് പോയതാ. ഇനി മലയിടിയുമ്പോൾ പോവാതിരിക്കാനാണ് ഇവിടെ കമ്പി വേലി ഇട്ടേക്കണേ. ഉണ്ടാ, മല ഇനി റോഡിലേക്ക് വരാണ്ടിരിക്കാനാവും. റോഡിന്റെ അവസ്ഥ ഉണ്ടോ? ആ വഴി കുറച്ച് ദൂരം പൊട്ടിപ്പൊളിഞ്ഞു. ഇവിടെയൊക്കെ പിന്നെ സ്ക്രാപ്പ് മറ്റേ ഇതൊക്കെ സ്ക്രാച്ച് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. സ്ക്രാപ്പൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് ഇതുണ്ടോ, ഇതിങ്ങനെ വളഞ്ഞ് കയറി പോണം. ഇതുണ്ട് ഈ മലയൊക്കെ ഉണ്ട്. ഇതൊക്കെ ആണ് ഇതിങ്ങനെ ഇടിഞ്ഞ് വീഴുന്നതാണ് ഈ റോഡ് പോണത്. അതാണിങ്ങനെ റോഡ് പോണം. നമ്മൾ വന്നത് ഇപ്പം ഈ വഴിയാ, വന്ന വഴി രസല്ല. തുണ്ടുകള് ഒക്കെ അടിഭാഗണ്ടോ. നമുക്ക് ആ റോട്ടിൽ ഇങ്ങനെ തിരിഞ്ഞു കയറി പോണം. കണ്ടോ, ഇതിലെങ്ങനെ പോയി അപ്പുറത്തോടെ വരണം. നമുക്ക് അങ്ങനെ പോകണം.
ഫ്രൂട്ട്സ് ജ്യൂസ് കോൺക്രീറ്റ് പ്ലാന്റ്. ആ വഴിക്കാണ് വന്നത്, അതിലാണ് നമ്മൾ വന്നത്. ആ വഴിക്കാണ് വന്നത്, നമ്മൾ വന്നത് ആ വഴിയാണ് കേട്ടോ. വളഞ്ഞ് പൊളഞ്ഞ് വളഞ്ഞ് പൊളഞ്ഞ് നമ്മൾ ആ ഭാഗത്താണ് വന്നിട്ട് വന്നത്. വളവ് കണ്ടോ, വളഞ്ഞ് അങ്ങനെയാണ് പോകാം. പിന്നെ ഈ വഴിക്ക് മിസോറാമിൽ പിന്നെ പെട്രോൾ പമ്പുകളും കുറവാണ്. മിസോറാം വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, പെട്രോൾ പമ്പുകളും കുറവാണ്. പമ്പ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങോട്ട് കയറിയിട്ട് പോയി ഈ ഒരു പമ്പ് കണ്ടേ, പമ്പിനൊക്കെ ഇത്രയ്ക്കുള്ള സെറ്റപ്പ്. ലോങ് തലൈ 213 കിലോമീറ്റർ നമുക്ക്. നമ്മൾ ലോഡറൊക്കെ സ്ഥലത്തേക്ക് 213 കിലോമീറ്റർ. അങ്ങനെ നമ്മൾ ഈ ട്രിപ്പ് ആദ്യമായിട്ട് നമ്മുടെ ബോർഡ് കണ്ടു, ലോഡറൊക്കെ സ്ഥലത്തിന്റെ ബോർഡ് കണ്ടു, ലോങ് തലൈ. ഇതൊക്കെ കണ്ടോ, ഈ മലയുടെ മുകളിൽ നിന്ന് ഇടിഞ്ഞ് വീണ കണ്ടോ. NH2 നാഷണൽ ഹൈവേ നമ്പർ 2 നമ്പർ ഹൈവേ ആണത്. ഞാൻ ഇങ്ങോട്ടൊക്കെ ആദ്യമായിട്ട് പറഞ്ഞോ, ഞാൻ ഐസോൾ വരെ വന്നിട്ടുണ്ട്, പക്ഷെ ലോങ് തല ഈ ഭാഗത്തേക്ക് ആദ്യമായിട്ട് പറഞ്ഞ. വഴിക്ക് പോണ്ട, ഇത്ര പേരെ വണ്ടിയിൽ പോകണമെന്നറിയാം. നോക്കി ഇവിടെ കണ്ട അടിയൊക്കെ തുറന്നു വന്നു. മുകളിലൊരു വീട് ഇരിക്കണ്ട, എന്താ പറയാലോ, നോക്കി ഇവിടെ ഇളകി ഇരിക്കണണ്ട. ഈ ഭാഗമൊക്കെ ഇടിഞ്ഞ് ഇടപ്പിടിയെന്നാ തരുന്നത്, അതിന് മുകളിൽ വീടും. ആ ഇവിടെ കെട്ടുന്നുണ്ട് കേട്ടാ. മുകളിലൊക്കെ വീടിരിക്കണ ഒരു പിടുത്തം വിട്ട് എന്തായാലും ഒന്ന് താഴ്ത്തിക്ക് വന്നാലേ അവസ്ഥ നല്ല ചെയ്യലേ. കണ്ടാ തിണ്ടുകള്. ഓക്കെ, നമ്മളങ്ങനെ സെർച്ചിപ്പ് ആയിരുന്നുണ്ട്. സെർച്ചിപ്പ് വെറൈറ്റി പേരുകളല്ലേ വഴികളൊക്കെ. ക്രിസ്ത്യൻ പള്ളി അല്ല ഇവിടെ, പിന്നെ ക്രിസ്ത്യൻ പള്ളിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഭാരതത്തിലെ മേജർ ക്രിസ്ത്യാനികൾ കൂടുതലുള്ള സ്ഥലം എനിക്ക് തോന്നുന്നു മിസോറാം ഒന്നുണ്ട്. എനിക്ക് വീടുകളുണ്ടോ, എനിക്ക് എന്തൊരു സ്ഥല. ഓക്കെ, മുകളിലത്തെ വീടുകൾ നോക്കി, അതിലൊക്കെ എങ്ങനെ താമസിക്കണല്ലോ ഒരു ഭയല്ലാണ്ട്. ഇതാ വരുന്ന ഇതാണ് സെർച്ചിപ്പ്. കണ്ടോ, അരിഞ്ഞെടുത്താണ്. നമ്മൾ സെർച്ചിപ്പ് കഴിഞ്ഞു കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ തെറ്റുണ്ട് കേട്ടോ, സെർച്ചിപ്പ് കഴിഞ്ഞിട്ടോ. നേരത്തെ സ്ഥല ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ സെർച്ചിപ്പ് അല്ല കേട്ടാ. സെർച്ചിപ്പല്ല, സെർച്ചിപ്പ് ആവണുള്ളൂ.
ചിഞ്ചിപ്പാണ്. ചിഞ്ചിപ്പ് കഴിഞ്ഞാണ് ചിഞ്ചിപ്പ്. ചിഞ്ചിപ്പല്ല. മലകൾ കണ്ടോ? ഇങ്ങനെ കയറിപ്പോണം. നമ്മളിപ്പോൾ ഒരുപാട് ലോഡുണ്ടായിട്ട് നമ്മളിങ്ങനെ കാരണം കേട്ടോ. ഞാൻ പല വീഡിയോകളും ഞാൻ പറഞ്ഞത് നമ്മളിങ്ങനെ കാരണം വണ്ടിക്ക് മൈലേജ് നോക്കി RPM നോക്കി ഓടിച്ചാണ് നമ്മളിങ്ങനെ കയറി പോകണം. പിന്നെ വേറൊരു കാര്യം, ഈ കുഴിയൊക്കെ ഇത്രയും പതുക്കെ ചാടിച്ച് പോകേണ്ട കാരണം എന്താ വെച്ചാൽ, ഒന്നും നമ്മുടെ കുട്ടീനെ നോക്കണം, രണ്ടാമത്തെ വണ്ടിയിലെ ലോഡ് ഗ്ലാസ്സാണ്. അങ്ങനെ വണ്ടി ഇത്ര ലേറ്റ് ആവാൻ കാരണം നമുക്ക് മറ്റുള്ള ലോഡ് പോലെ നമുക്ക് ചാടിച്ച് പോകാൻ പറ്റില്ല. മുളയാണ് മുള ഒന്ന് മിസോറാമിൽ നിന്ന് മുള കയറുന്നെന്ന് പറഞ്ഞാൽ കണ്ടാ. മിസോറാമില് പോലീസുകാരെ ഇതുവരെ റോഡിലൊരു പോലീസ് ജീപ്പ് കണ്ടിട്ടില്ല കേട്ടോ. മറ്റുള്ള സ്റ്റേറ്റുകളെ പോലെ അല്ല, ഇവിടെ ഒരു പോലീസ് ജീപ്പ് നമ്മൾ ഇത്ര നേരമായിട്ട് റോഡ് കണ്ടിട്ടില്ല. ഇരുപതല്ല റോഡ് ജീപ്പ് നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ കേരളത്തിലാണ് ഈ റോഡിൽ ജീപ്പുണ്ട്. ഇതുവരെ ആയിട്ട് ഞങ്ങൾ മിസോറാമിൽ കേട്ടപ്പോൾ 2 ദിവസമായി ഒരു ജീപ്പ് വഴി കണ്ടിട്ടില്ല എന്നുള്ള. നമ്മളെന്താ ചിങ്ങലൂപ്പ അങ്ങനെ എന്തൊരു സ്ഥലത്തായി, ചിങ്ങലൂപ്പ അങ്ങനെ എന്നുള്ള സ്ഥലത്തിൻ്റെ പേര്. ഞാൻ ബോർഡ് കണ്ടു, നമുക്ക് ഇങ്ങനെ പോണ്ട. 2-ാം നമ്പർ ഹൈവേ സെർച്ചിപ്പ് 12 ലോങ് തലേ 195 കിലോമീറ്റർ നമുക്ക് ലോട്ടറൊക്കെ 195 കിലോമീറ്റർ പോകണം നമുക്ക് ലോട്ടറൊക്കെ. കുന്നിടിഞ്ഞാണോ കണ്ടോ, കുന്നിടിഞ്ഞ് റോഡിൽ ചെന്നാണോ. നമ്മളാ കുന്നാണ് കയറി വന്നിട്ട് അതിലാണ് നമ്മൾ ആ കുന്ന കയറി വന്ന വണ്ടിയിൽ നമുക്ക് നമ്മൾ കയറി വന്ന വഴി കാണാണ്ട്. ഇപ്പം മൊബൈൽ കാരണം ക്ലിയർ ആയിട്ട് കിട്ടാത്ത. നമ്മളങ്ങനെ സെർച്ചിപ്പായി ഹന്തലായി. നമുക്കിനി പോകണാണ് ഹന്തിയായി. ഹന്തിയായി ലോങ് തല 190 കിലോമീറ്റർ. ആ കുന്ന കാണുന്നതാണൊക്കെ കയറി പോകണ്ട, വണ്ടി കയറി പോകണ്ട. ഇങ്ങനെ പോയി അങ്ങനെ കയറി പോകണം. നോക്കിയാ നമ്മളിപ്പോൾ വന്ന വഴിയുടെ കാണണേ കണ്ടോ, വീടുകളൊക്കെ നോക്കിയാൽ നമ്മൾ വന്നത് അവിടെ നിന്നാണ് കയറി വന്നോ. ആ ഭാഗത്താണ് നമ്മൾ കയറി വന്നോ. അങ്ങടീനറ്റാന്ന് കയറി വന്നോ. പിന്നെ വണ്ടികളൊന്നും ഇല്ല അങ്ങനെ വലിയ കാര്യമായിട്ട്. പിന്നെ ഇടയ്ക്ക് ചില കളിപ്പിനും കാന്തരിയൊക്കെ പോണാണോ, വേറെ റോഡൊന്നുമില്ല. നമ്മളടുത്ത കയറ്റം കയറാൻ പോണം. അങ്ങനെ നമ്മൾ കയറി അങ്ങ് കുടിച്ചിരിക്കണം. ഇതുണ്ടോ തിണ്ടിടിക്കണ്ടോ. ഇതുണ്ടോ നമ്മളങ്ങനെ കയറി ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട ഭാഗമാണ്. ഒരു കയറ്റം കയറുക, പിന്നെ കുറച്ചേരം ഇറക്കിറങ്ങാം, പിന്നെ കഴിഞ്ഞ അടുത്ത കയറ്റം കയറുക. ഉണ്ടോ ഈ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലേക്കൊന്നും ഉണ്ടോ മഴക്കാലത്ത് ജമ്മം പോയ പറ്റരുതോ. ഇതുകൊണ്ട് നോക്കിയാൽ കുന്നിടിഞ്ഞാണല്ലോ, ഇടിഞ്ഞ റോഡിലേക്ക് വീണ് മൊത്തം. ഇത് മാറ്റിക്കൊണ്ടിരിക്കണം അവര്. നമ്മളാ നേരത്തെ കയറിയതിൻ്റെ ഏറ്റവും മോൾ ഭാഗത്ത് എത്തിയപ്പോഴുണ്ടോ
നോക്കിയാ അവിടെ വീടുകളുണ്ട്, വീടുകൾ. ഇങ്ങനെ വളഞ്ഞ് നമ്മൾ ആ ഭാഗത്താണ് കയറി വന്നത്. നമ്മൾ കയറി മുകളിലെത്തിരുന്നില്ല, പകുതിയായിട്ടുള്ളൊന്നുണ്ട്. നോക്കിയാ മണ്ണിടിച്ചാണോ തിണ്ടിടിച്ചാണല്ലോ എന്തോ. അയ്യോ, മഴക്കാലത്ത് വന്നത്തെ അവസ്ഥ അല്ലേ. നോക്കിയാൽ തിണ്ടിടിച്ചാണോ. ഇപ്പൊ വെള്ളം ഇടിയൂട്ടോ, കല്ലൊക്കെ തുമ്പത്തായിരിക്കണേ. ഇതുണ്ടോ എന്തല്ല കണ്ടിട്ട് പേടിയാവണല്ലേ. നോക്ക് ഇത്ര ചേർന്ന അവിടെ ഹൈവ പോണതും കണ്ടിട്ട് നോക്കിയാ കല്ല് നോക്കിയ ഇതിനൊക്കെ കുറച്ച് ഡേഞ്ചർ ആണെന്നുള്ളേ. നോക്ക് അടിയിൽ ഗുഹ പോലെ കയറിക്കണേ. നമ്മളെ മൊബൈൽ ഏതാണ് അത്ര ക്ലിയർ ആയിട്ട് കിട്ടാതെട്ടാ. കണ്ടോ അമ്മോ, കണ്ടിട്ട് തന്നെ പേടിയാണത്, കണ്ടിട്ട് തന്നെ പേടിയാണ്. കണ്ടിട്ട് തന്നെ പേടിയാണ്. നമ്മളങ്ങനെ ഒന്ന് കയറി വന്നോണ്ടോ. നമ്മളങ്ങനെ കുന്നുകൾ കയറി 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 ആ അടിഭാഗത്താണ് നമ്മൾ കയറി വന്നത്. അതിലെ വണ്ടികൾ വരണ കാണാൻ കേട്ടോ. മൊബൈലിൽ കിട്ടുമെന്ന് അറിയില്ല. കഴിഞ്ഞപ്പോൾ അടുത്ത് ഇറക്കാൻ തുടങ്ങി. ഇനി ഇറക്കണം. ഇപ്പൊ നമ്മളൊരു വണ്ടം കയറ്റം കയറി ഇനി ഇറക്കണം. പിന്നെ ഓണെങ്കിലും കാര്യമില്ല. പിന്നെ ഇടയ്ക്ക് ചില കലിപ്പനും കാന്താരികളും ഇറങ്ങിയിട്ട് ഇവിടെ. കലിപ്പനും കാന്താരിയൊക്കെ ജാതി വരെ പറഞ്ഞവിടെ. ബാക്കി